ഹലോ കുട്ടികളെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എവിടം വരെ പഠിച്ചു നിർത്തിയത്? ഡൈവേഴ്സിറ്റി ഇൻ കളർ വരെയല്ലേ പഠിച്ചു നിർത്തിയത്. നമുക്കിന്ന് അതിൻ്റെ ബാക്കി എടുക്കാം കേട്ടോ. ഇനി അടുത്ത ഭാഗം ഗാസിയസ് എക്സ്ചേഞ്ച് ഇൻ പ്ലാന്റ്സ്, വാതക വിനിമയം സസ്യങ്ങളിൽ. ഡിഡ് യു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് കാർബൺ ഡൈ ഓക്സൈഡ് ഈസ് ദ ഗ്യാസ് യൂസ്ഡ് ഫോർ ഫോട്ടോസിന്തസിസ്? ഫോട്ടോസിന്തസിസ് ഒക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ? ഫോട്ടോസിന്തസിസിന് ഉപയോഗിക്കുന്ന വാതകമാണ് കാർബൺ ഡയോക്സൈഡ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? മനസ്സിലായി. നമ്മൾ പഠിച്ചു. ഫോട്ടോസിന്തസിസ് എന്ന് വെച്ചാൽ എന്താണ്? ജലവും കാർബൺ ഡയോക്സൈഡും സൺലൈറ്റ് ഉപയോഗിച്ച് സസ്യങ്ങൾ ആഹാരം പാകം ചെയ്യുന്ന ആ പ്രോസസ്സിനെ പറയുന്ന പേരാണ് ഫോട്ടോസിന്തസിസ്. അതൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ? Which of these gases are used by living organisms for respiration? ഇവയിൽ ഏത് വാതകമാണ് ജീവികൾ ശ്വസനത്തിന്, ശ്വസനം എന്ന് വെച്ചാൽ നമ്മൾ വായു ശ്വസിക്കൂലേ, ശ്വസനത്തിന് ഉപയോഗിക്കുന്നത്? ഏത് വാതകമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? ജീവികൾ, നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മളെല്ലാവരും ഉപയോഗിക്കുന്നത് എന്ത് വാതക? ഓക്സിജൻ അല്ലേ നമ്മൾ ശ്വസനത്തിന് ഉപയോഗിക്കുന്നത്? അതെ. ഈസ് ദെയർ ഓൺലി കാർബൺ ഡൈ ഓക്സൈഡ് ഇൻ ദ അറ്റ്മോസ്ഫിയർ? ഈസ് ദെയർ ഓൺലി, അതായത് അന്തരീക്ഷത്തിൽ കാർബൺ ഡൈ ഓക്സൈഡ് മാത്രമാണോ ഉള്ളത്? അല്ല അല്ലേ, വേറെയും വാതകങ്ങൾ ഇഷ്ടംപോലെ ഉണ്ട്, നമുക്കറിയാം. Look at the illustration showing the amount of gases in the atmosphere. അന്തരീക്ഷത്തിലെ അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയറിലെ വാതകങ്ങളുടെ അളവ് കാണിക്കുന്ന ചിത്രീകരണം നമുക്ക് തന്നിട്ടുണ്ട്. നോക്കിക്കേ, എന്തെല്ലാം വാതകങ്ങളുണ്ടെന്ന് നമ്മളോട് ഇവിടെ പറഞ്ഞു തന്നിട്ടുണ്ട്. ഏതെല്ലാം വാതകങ്ങളാ? നൈട്രജൻ, ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ്, ആർഗൺ, അതേഴ്സ്. അതേഴ്സ് എന്ന് വെച്ചാൽ ഈ നൈട്രജനും ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡും ആർഗണൊക്കെ നമ്മുടെ അന്തരീക്ഷത്തിലുണ്ട്. അത് കൂടാതെ വേറെയും ഒട്ടനവധി വാതകങ്ങൾ ഉണ്ടെന്നാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ലിവിങ് തിങ്സ് ബ്രീത്ത് ടു ഗെറ്റ് എനർജി. ജീവികൾ എന്തിനാണ് ശ്വസിക്കുന്നത്? നമുക്ക് എനർജി കിട്ടാൻ വേണ്ടിയല്ല. നമുക്ക് ശ്വാസം കിട്ടില്ലേ നമുക്ക് ജീവിക്കാൻ പറ്റുമോ? അപ്പോൾ ജീവിക്കാൻ വേണ്ടിയും എനർജിക്ക് വേണ്ടിയാണ് എന്ത് ചെയ്യുന്നത്? ജീവികൾ ശ്വസിക്കുന്നത് അല്ലേ? അതുപോലെ തന്നെ ഡോണ്ട് യു തിങ്ക് ദാറ്റ് പ്ലാന്റ്സ് ഓൾസോ നീഡ് എനർജി? നമ്മൾ ചിന്തിക്കുന്നില്ലേ? നിങ്ങളും ചിന്തിച്ച് നോക്കി. സസ്യങ്ങൾക്ക് ഊർജ്ജം വേണ്ടേ? അവരും ജീവികളല്ലേ, സസ്യങ്ങൾക്കും ജീവനുള്ളവയല്ലേ. അപ്പോൾ അവർക്കും ശ്വസിക്കുന്ന എനർജിക്ക് വേണ്ടി എന്ത് വേണം? ശ്വസിക്കണം അല്ലേ? വായു വേണം. ഷുഡ് നോട്ട് റെസ്പിറേഷൻ ടേക്സ് പ്ലേസ് ഇൻ ദ പ്ലാന്റ്സ് ടു ഒബ്റ്റെയിൻ എനർജി? എന്താ പറയുന്നത്? ഊർജ്ജം ലഭിക്കാൻ സസ്യങ്ങളിൽ ശ്വസനം നടക്കേണ്ടതില്ലേ? നമ്മൾ പറഞ്ഞു വേണം അല്ലേ? യെസ്, respiration takes place in plants too. All living beings use oxygen for respiration. സസ്യങ്ങളിൽ എന്ത് നടക്കുന്നുണ്ട്? ശ്വസനം, റെസ്പിറേഷൻ നടക്കുന്നുണ്ട് അല്ലേ? All living things use oxygen for respiration. എല്ലാ ജീവികളും ശ്വസനത്തിനായി അല്ലെങ്കിൽ റെസ്പിറേഷനായി എന്താണ് ഉപയോഗിക്കുന്നത്? ഓക്സിജൻ ആണ് ഉപയോഗിക്കുന്നത്. നമ്മൾ ഓക്സിജൻ അല്ലേ ഉപയോഗിക്കുന്നത്? അതെ. ആസ് എ റിസൾട്ട് കാർബൺ ഡൈ ഓക്സൈഡ് ഈസ് പ്രൊഡ്യൂസർ. നമ്മൾ എന്താ ചെയ്യുന്നത്? ഓക്സിജനെ ഇൻടേക്ക് ചെയ്തിട്ട് എന്തിനെ റിലീസ് ചെയ്യുന്നത്? കാർബൺ ഡൈ ഓക്സൈഡ് റിലീസ് ചെയ്യുന്നു അല്ലേ? പുറത്തേക്ക് വിടുന്നു. ഓക്കെ. കാർബൺ ഡൈ ഓക്സൈഡ് പ്രൊഡ്യൂസ്ഡ് ആസ് എ റിസൾട്ട് ഓഫ് റെസ്പിറേഷൻ ബൈ പ്ലാന്റ്സ് ഈസ് യൂസ്ഡ് ഫോർ ഫോട്ടോസിന്തസിസ് ഡ്യൂറിങ് ഡേ ടൈം. എന്താ പറയുന്നത്? ശ്വസന ഫലമായി സസ്യങ്ങളിൽ ഉണ്ടാകുന്ന കാർബൺ ഡൈ ഓക്സൈഡ് പകൽ സമയത്ത് പ്രകാശ സംശ്ലേഷണത്തിന് ഉപയോഗപ്പെടുന്നു അല്ലേ? ശരിയല്ലേ? അതെ. ഇനി എന്താ അടുത്തത് പറയുന്നത്? കാർബൺ ഡൈ ഓക്സൈഡ് ഫ്രം ദ അറ്റ്മോസ്ഫിയർ ഈസ് ഓൾസോ യൂസ്ഡ് ബൈ പ്ലാന്റ്സ് ഫോർ ഫോട്ടോസിന്തസിസ്. എന്ന് വെച്ചാൽ എന്താ? അന്തരീക്ഷത്തിൽ നിന്നുള്ള കാർബൺ ഡൈ ഓക്സൈഡും സസ്യങ്ങൾ പ്രകാശ സംശ്ലേഷണത്തിന് ഉപയോഗപ്പെടുത്തുന്നുണ്ട് അല്ലേ? നമ്മൾ വായു ഓക്സിജൻ അകത്ത് വലിച്ചിട്ട് നമ്മൾ പുറത്തേക്ക് വിടുന്നത് എന്താ? കാർബൺ ഡൈ ഓക്സൈഡല്ലേ പുറത്തേക്ക് വിടുന്നത്. ഈ കാർബൺ ഡൈ ഓക്സൈഡും സസ്യങ്ങൾ ഉപയോഗിക്കുന്നതോടൊപ്പം തന്നെ ഫോട്ടോസിന്തസിസിന് സസ്യങ്ങൾ ഉപയോഗിക്കുന്നതോടൊപ്പം തന്നെ അന്തരീക്ഷത്തിൽ അറ്റ്മോസ്ഫിയറിലുള്ള കാർബൺ ഡൈ ഓക്സൈഡും സസ്യങ്ങൾ ഫോട്ടോസിന്തസിസിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ അല്ലേ? ഇനി എന്താ പഠിക്കുന്നത് നമുക്കൊക്കെ? എയർ എൻറ്റേഴ്സ് പ്ലാന്റ്സ് ത്രൂ ദ ലീവ്സ്. എന്താണ് പറയുന്നത്? എയർ എൻറ്റേഴ്സ് പ്ലാന്റ്സ് ത്രൂ ദ ലീവ്സ്. വായു ഈ ലീവ്സ്, അതായത് നമ്മൾ മൂക്കിക്കൂടെ വായു വലിച്ച് ഉള്ളിലേക്ക് കയറ്റുന്നത്. അതുപോലെ സസ്യങ്ങൾക്കും വേണ്ട ഉള്ളിലേക്ക് വലിച്ച് കയറ്റാൻ ഒരു അവയവം വേണ്ടേ? എങ്ങനെയാണ് സസ്യങ്ങളിലേക്ക് വായു കയറുന്നത്? എയർ എൻറ്റേഴ്സ് പ്ലാന്റ്സ് ത്രൂ ദ ലീവ്സ്. ലീവ്സിൽ കൂടിയാണ്
വായു സസ്യങ്ങൾ അല്ലെങ്കിൽ ചെടികൾ വലിച്ചെടുക്കുന്നത്. ലെറ്റ് us എക്സാമിൻ വെദർ ദർ ഈസ് എനി സ്പെഷ്യൽ പാർട്ട് ഇൻ ദ ലീവ്സ് ഫോർ ദിസ്. ഇലയുടെ പാളി ഒരു ഇല എടുത്തിട്ട് നമുക്ക് മൈക്രോസ്കോപ്പിലൂടെ നിരീക്ഷിച്ച് നോക്കാം. എന്തുവാ വായു ഈ സസ്യത്തിനകത്തേക്ക് പ്രവേശിക്കുന്നതിന് ഇലകളിൽ എന്തെങ്കിലും ഭാഗം വല്ലതും ഉണ്ടോ എന്ന് പരിശോധിക്കാൻ വേണ്ടി നമുക്ക് ഇലയുടെ പാളി എടുത്ത് മൈക്രോസ്കോപ്പിലൂടെ നമുക്ക് വെച്ച് നോക്കാം. ഓക്കെ. മൈക്രോസ്കോപ്പ് എന്ന് വെച്ചാൽ എന്തുവാ? മൈക്രോസ്കോപ്പ് എന്ന് വെച്ചാൽ എ മൈക്രോസ്കോപ്പ് ഈസ് ആൻ ഇൻസ്ട്രുമെൻറ്റ് യൂസ്ഡ് ടു മാഗ്നിഫൈ തിങ്സ് ദാറ്റ് കനോട്ട് ബി സീൻ വിത്ത് ദ നേക്കഡ് ഐ. മൈക്രോസ്കോപ്പ് എന്ന് വെച്ചാൽ എന്താ? കണ്ണുകൾ കൊണ്ട് നമ്മുടെ കണ്ണുകൾ കൊണ്ട് നേരിട്ട് കാണാൻ കഴിയാത്ത വസ്തുക്കളെ വലുതായി കാണാൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് എന്ത്? മൈക്രോസ്കോപ്പ് അല്ലേ? അപ്പം നോക്കിക്കേ, അപ്പോൾ ഇലയെടുത്ത് നമ്മൾ മൈക്രോസ്കോപ്പ് വെക്കുവാണേ. ദീസ് മൈക്രോസ്കോപ്പിക് പോർസ് ഇൻ ദ ലീവ്സ് ആർ നോൺ ആസ് സ്റ്റോമാറ്റ. അപ്പം മൈക്രോസ്കോപ്പ് വയ്ക്കുമ്പോൾ നോക്കിക്കേ, ആ പടത്തിൽ നോക്കിക്കേ, കുറേ ഇത് കാണാൻ പറ്റും അല്ലേ? പോർസ്, കുറേ സുഷിരങ്ങൾ നമുക്ക് ആ ഇലയിൽ കാണാൻ പറ്റും. ഈ പോർസിനെ അല്ലെങ്കിൽ സുഷിരങ്ങളെ പറയുന്ന പേരാണ് സ്റ്റോമാറ്റ. അപ്പോൾ എന്താണ് സ്റ്റോമാറ്റ? പഠിക്കണം. ദ മൈക്രോസ്കോപ്പിക് പോർസ് ഇൻ ദ ലീവ്സ്, അത് പോർസ് ഇൻ ദ ലീവ്സ് ആർ നോൺ ആസ് എന്ത്? സ്റ്റൊമാറ്റ. ഈ ഇലകളിലുള്ള ഈ സൂക്ഷ്മ സുഷിരങ്ങളെ പറയുന്ന പേരാണ് സ്റ്റൊമാറ്റ. ഇറ്റ് ഈസ് ത്രൂ ദീസ് പോർസ് അറ്റ്മോസ്ഫിയറിക് എയർ എൻറ്റേഴ്സ് ദ പ്ലാന്റ്. ഈ സുഷിരങ്ങളിലൂടെയാണ് എന്ത് ചെയ്യുന്നത്? അറ്റ്മോസ്ഫിയറിക്കിലുള്ള എയർ എങ്ങോട്ട് കയറുന്നത്? സസ്യങ്ങളിലേക്ക്, പ്ലാന്റിലേക്ക് കയറുന്നത്. അങ്ങനെയാണ് അവരിൽ എന്ത് നടക്കുന്നത്? റെസ്പിറേഷൻ നടക്കുന്നത്. ഓക്സിജൻ പ്രൊഡ്യൂസ്ഡ് ആസ് എ റിസൾട്ട് ഓഫ് ഫോട്ടോസിന്തസിസ് ഈസ് ഓൾസോ റിലീസ്ഡ് ത്രൂ ദീസ് പോർസ്. ഇപ്പോൾ ഫോട്ടോസിന്തസിസ് കഴിയുമ്പോൾ ഏത് ഇതാണ് റിലീസ് ചെയ്യുന്നത്? എന്താണ് റിലീസ് ചെയ്യുന്നത്? നമ്മൾ പഠിച്ചു, ഓക്സിജനാണ് റിലീസ് ചെയ്യുന്നത് അല്ലേ? ഈ ഓക്സിജനെ റിലീസ് ചെയ്യുന്നതും പുറത്തേക്ക് വിടുന്നതും ഇതിൽ കൂടിയാ ഈ സ്റ്റൊമാറ്റ വഴിയാണ് റിലീസ് ചെയ്യുന്നതും അല്ലേ? ഓക്സിജനെ പുറത്തേക്ക് തള്ളിവിടുന്നതും ഇതിൽ കൂടെയാണ്, ഈ പോർസിൽ കൂടെയാണ്. ഒബ്സർവ് ദ ഇല്ലസ്ട്രേഷൻ. താഴെ തന്നിരിക്കുന്ന ചിത്രം നോക്കൂ. ഡു പ്ലാന്റ്സ് റിലീസ് ഓൺലി ഓക്സിജൻ? ഈ ചെടികൾ ഓക്സിജൻ മാത്രമാണോ പുറത്തേക്ക് വിടുന്നത്? നമുക്ക് 2 പ്ലാന്റ് തന്നിട്ടുണ്ട്. ഒരെണ്ണം ഡേ ടൈമിലുള്ള പ്ലാന്റും ഒരെണ്ണം നൈറ്റ് ടൈമിലുള്ള പ്ലാന്റും. അപ്പോൾ നമുക്ക് ഡേ ടൈമിലുള്ള പ്ലാന്റിനെ ഒന്ന് നിരീക്ഷിച്ചാലോ? ഡേ ടൈമിലുള്ള പ്ലാന്റിൽ റെസ്പിറേഷൻ സമയത്ത് ഓക്സിജനെ സ്വീകരിച്ചിട്ട് കാർബൺ ഡൈ ഓക്സൈഡിനെ വെളിവിടുന്നു. അതേസമയം ഇവർക്ക് ഈ ചെടിയിൽ ഫോട്ടോസിന്തസിസ് നടക്കണമെങ്കിൽ ഈ ചെടി പുറത്തേക്ക് വിടുന്ന കാർബൺ ഡൈ ഓക്സൈഡും അതോടൊപ്പം തന്നെ നമ്മുടെ അന്തരീക്ഷത്തിലുള്ള കാർബൺ ഡൈ ഓക്സൈഡിനെയും കൂടെ സ്വീകരിച്ചിട്ട് സൺലൈറ്റിൻ്റെ സാന്നിധ്യത്തിൽ ഫോട്ടോസിന്തസിസ് നടത്തി അത് ഫുഡ് ഉണ്ടാക്കുന്നു. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഇതിനെ വെളിവിടുന്നു? ഓക്സിജനെ വെളിവിടുന്നു. അപ്പം ഡേ ടൈമിൽ സസ്യങ്ങൾ റെസ്പിറേഷനായിട്ട് ഓക്സിജനെ സ്വീകരിച്ചിട്ട് കാർബൺ ഡൈ ഓക്സൈഡിനെ വെളിവിടുകയും ഈ വെളിവിടുന്ന കാർബൺ ഡൈ ഓക്സൈഡും നിലവിലുള്ള കാർബൺ ഡൈ ഓക്സൈഡിനെ സ്വീകരിച്ചിട്ട് ഫോട്ടോസിന്തസിസ് നടത്തിയിട്ട് ഓക്സിജനെ റിലീസ് ചെയ്യുകയും ചെയ്യുന്നു. മനസ്സിലായോ? അപ്പം നൈറ്റ് ടൈമിൽ ചെടി ഒന്ന് നിരീക്ഷിച്ചേ. നൈറ്റ് ടൈമിൽ എന്താ ചെയ്യേണ്ടത്? നൈറ്റ് ടൈമിൽ ഫോട്ടോസിന്തസിസ് നടക്കുന്നില്ല. അവിടെ പകരം എന്താണ് നടക്കുന്നത്? എന്ത് മാത്രമാണ് നടക്കുന്നത്? റെസ്പിറേഷൻ മാത്രമാണ് നടക്കുന്നത് അല്ലേ? അപ്പോൾ അവിടെ എന്താ ചെയ്യുന്ന ചെടികൾ ഓക്സിജനെ സ്വീകരിച്ചിട്ട് എന്തിനെ വെളിയിലേക്ക് വിടുന്നു? കാർബൺ ഡൈ ഓക്സൈഡിനെ വെളിയിലേക്ക് വിടുന്നു. മനസ്സിലായോ മക്കളെ? അപ്പം ഡേ ടൈമിൽ റെസ്പിറേഷൻ നടക്കുന്നുണ്ട്, ചെടികളിൽ ഫോട്ടോസിന്തസിസ് നടക്കുന്നുണ്ട്. റെസ്പിറേഷൻ്റെ ഭാഗമായിട്ട് കാർബൺ ഡൈ ഓക്സൈഡിനെ വെളിവിടുന്നു, ഫോട്ടോസിന്തസിസിൻ്റെ ഭാഗമായിട്ട് ഓക്സിജനെ വെളിവിടുന്നു. എന്നാൽ നൈറ്റ് ടൈമിൽ ഫോട്ടോസിന്തസിസ് നടക്കുന്നില്ല, ഓൺലി റെസ്പിറേഷൻ മാത്രമേ നടക്കുന്നുള്ളൂ. ഓക്കെ ആയില്ലേ? ഇനി നമുക്ക് പഠിക്കാനുള്ള ഹോസ്റ്റ് ആൻഡ് ഗസ്റ്റ്. ഹോസ്റ്റ് എന്ന് വെച്ചാൽ എന്തുവാ? ഹോസ്റ്റ് ആതിഥേയൻ. ഗസ്റ്റ് എന്ന് വെച്ചാൽ നമുക്കറിയാം. ഗസ്റ്റ് എന്ന് വെച്ചാൽ എന്തുവാ? അതിഥികൾ. ഇപ്പം നമ്മുടെ വീട്ടിലേക്ക് ഒരു വിരുന്നക്കാർ വരും. അപ്പം നമ്മളാരാ? നമ്മൾ ഹോസ്റ്റ്. വരുന്ന ആരാ? അതിഥികളും അല്ലേ? നമ്മൾ ഈ വന്ന അതിഥികളെ നമ്മൾ വേണ്ട രീതിയിൽ നമ്മൾ ഭക്ഷണമൊക്കെ കൊടുത്ത് സ്വീകരിക്കുക. അപ്പം നമ്മൾ ഹോസ്റ്റും അവർ അതിഥികളും അല്ല. അതുപോലെയാണ് ചെടികളുടെ കാര്യത്തിലും ഉണ്ട്. ഡു ഓൾ ദ പ്ലാന്റ്സ് മേക്ക് ഫുഡ്? നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, എല്ലാ പ്ലാന്റ്സുകളും ഭക്ഷണം ഉണ്ടാക്കുമോ? അതാണ് നമ്മൾ പറയാൻ പോണത്. അതിനകത്തൊരു ചെറിയ പിക്ചറൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് വട്ടയിട്ട് കൊടുത്തിരിക്കുകയാണ്. ഐ ആം മാംഗോ ട്രീ. ഞാൻ മാംഗോ ട്രീ പറയുന്നതായിട്ടാണ്. ഐ ആം മാംഗോ ട്രീ. ഞാൻ മാവ്. ഐ മൈസെൽഫ് പ്രിപ്പയർ ദ ഫുഡ് അല്ലേ? ഞാൻ സ്വയം ഐ നീഡ്. അപ്പോൾ എനിക്ക് ആവശ്യമുള്ള ഫുഡൊക്കെ ഞാൻ സ്വയം നിർമ്മിക്കുന്നുണ്ട്. പിന്നെ വേറെ ആൾ പറഞ്ഞിരിക്കുക ഐ ആം ലൊറാന്തസ്. ഞാൻ ആരാ? ലൊറാന്തസ് എന്ന് വെച്ചാൽ ഈത്തിൽക്കണ്ണി. ഞാൻ ഈത്തിൽക്കണ്ണി.
എന്ത് ചെയ്യുന്നു? ഐ ഓൾസോ പ്രിപ്പയർ മൈ ഓൺ ഫുഡ്. ഞാനും എൻ്റെ ഭക്ഷണം സ്വന്തമായിട്ട് ഉണ്ടാക്കുന്നത്. ബട്ട് ഐ അബ്സോർബ് വാട്ടർ ആൻഡ് മിനറൽസ് ഫ്രം ദിസ് പ്ലാന്റ്. പക്ഷേ ഞാൻ എന്താ ചെയ്യുന്നത്? ഈ ഭക്ഷണം ഉണ്ടാക്കുന്നതിന് ആവശ്യമായ വെള്ളവും മിനറൽസും വെള്ളവും ലവണങ്ങളും എവിടുന്ന് എടുക്കും? എവിടുന്ന് മോഷ്ടിക്കുന്നത്? ഈ ലൊറാന്തസ് താമസിക്കുന്ന എവിടുന്ന്? സസ്യങ്ങളിൽ നിന്ന് എടുക്കും. ഭക്ഷണം പുള്ളി തന്നെ ഉണ്ടാക്കിക്കണം. പക്ഷേ ഭക്ഷണം ഉണ്ടാക്കുന്നതിന് ആവശ്യമായ വെള്ളവും മിനറൽസൊക്കെ എവിടുന്ന് അടിച്ചു മാറ്റും? പുള്ളി താമസിക്കുന്ന ഹോസ്റ്റ് പ്ലാന്റിൽ നിന്ന് എടുക്കുന്നു. ഇനി പിന്നെ എന്നാ പറയണം? വാണ്ട എന്ന് വെച്ചാൽ എന്തുവാ? മരവാഴ എന്ന് പറയുന്ന പേരാണ് വാണ്ട. അപ്പം ഞാൻ ആരാ? വാന്തയാ. അപ്പം ഐ മൈസെൽഫ് പ്രിപ്പയർ ദ ഫുഡ് ഐ നീഡ്. ഞാൻ എനിക്കുള്ള ഫുഡ് ഞാൻ തന്നെ ഉണ്ടാക്കും. ബട്ട് ഐ നീഡ് എ പ്ലേസ് ടു ഗ്രോ. എനിക്ക് താമസിക്കാൻ മാത്രം ഒരു സ്ഥലം മതി. പക്ഷെ ഭക്ഷണവും എല്ലാം ഞാൻ തന്നെ ഉണ്ടാക്കും. വെള്ളവും മിനറൽസും ഒക്കെ ഞാൻ തന്നെയാണ് എല്ലാം വലിച്ചെടുക്കുന്നത്. പുള്ളി ഇവിടെ നിന്ന് വലിച്ചെടുക്കുന്നത്? അന്തരീക്ഷത്തിൽ നിന്ന് വലിച്ചെടുത്തോളൂ. പുള്ളിക്ക് താമസിക്കാൻ മാത്രം ഒരു സ്ഥലം മതി അല്ലേ വാണ്ടയ്ക്ക്. കസ്ക്യൂട്ട എന്ന് വെച്ചാൽ എന്തുവാ? മൂടില്ലാത്ത ആളെ. കസ്ക്യൂട്ടയുടെ മലയാളമാണ് മൂടില്ലാത്ത ആളെ. പുള്ളി എന്താ ചെയ്യുന്നത്? ഐ ഡു നോട്ട് പ്രിപ്പയർ ഫുഡ്. ഞാൻ ഫുഡേ ഉണ്ടാക്കാറില്ല. ഞാൻ മടിയാണ്. ഞാൻ ഫുഡൊന്നും ഉണ്ടാക്കത്തില്ല. ഐ അബ്സോർബ് ദ ന്യൂട്രിയൻസ്. ഞാൻ എല്ലാ ന്യൂട്രിയൻസും എന്ത് ചെയ്യും? ഞാൻ അബ്സോർബ് ചെയ്യും, ആഗിരണം ചെയ്തെടുക്കും. എവിടുന്നാ? ഐ നീഡ് ഫ്രം ദിസ് പ്ലാന്റ് അല്ലേ. എനിക്ക് ആവശ്യമുള്ളതൊക്കെ ഞാൻ എന്ത് ചെയ്യും? ഞാൻ ഈ ചെടിയിൽ നിന്ന്, ഞാൻ താമസിക്കുന്ന ചെടിയിൽ നിന്ന് എല്ലാം വലിച്ചെടുക്കും. ഞാനൊന്നും ഫുഡൊന്നും ഉണ്ടാക്കത്തില്ല. അപ്പോൾ പുള്ളി മടിയനാ. നമുക്ക് നോക്കാം. യു ഹാവ് ഒബ്സർവ്ഡ് ദ കോൺവെർസേഷൻ എമംഗ് ദ മാംഗോ ട്രീ, ലൊറാന്തസ്, കസ്ക്യൂട്ട ആൻഡ് വാണ്ട. അപ്പം നമ്മൾ ഇവരുടെ എല്ലാ സംഭാഷണം കേട്ടു അല്ലേ. ഹൗ നോട്ട് യു വിച്ച് ഓഫ് ദീസ് പ്ലാന്റ്സ് പ്രിപ്പയർ ദെയർ ഓൺ ഫുഡ്. അപ്പം ഇവർ സ്വയം ആഹാരം നിർമ്മിക്കുവാൻ വേറെ ആരെല്ലാം നമുക്ക് മനസ്സിലായി. ദീസ് പ്ലാന്റ്സ് ഗെറ്റ് ദ സൺലൈറ്റ് ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് നീഡഡ് ഫോർ ഫോട്ടോസിന്തസിസ് ഇൻ ദ സെയിം വേ. ഫോട്ടോസിന്തസിസിന് ആവശ്യമായ സൂര്യപ്രകാശം, കാർബൺ ഡൈ ഓക്സൈഡ് എന്നിവ ഈ സസ്യങ്ങൾക്ക് ലഭിക്കുന്നത് ഒരേ രീതിയിലാണ്. എന്നാൽ ജലം ലഭിക്കുന്നതോ നോക്കാം എങ്ങനെയാന്ന്. ബട്ട് ഹൗ ഡു ദേ ഗെറ്റ് വാട്ടർ. എങ്ങനെയാണ് ഇവർക്ക് ജലം ലഭിക്കുന്നത്? വേർ ഡസ് ദ മാംഗോ ട്രീ ഗെറ്റ്സ് ഇറ്റ്സ് വാട്ടർ ഫ്രം. മാംഗോ ട്രീക്ക് എവിടെ നിന്നാണ് വെള്ളം കിട്ടുന്നത്, വാട്ടർ കിട്ടുന്നത് അറിയാം. നമുക്ക് മണ്ണിൽ നിന്നല്ലേ കിട്ടുന്നത്. ഓക്കെ. ഹൗ എബൌട്ട് വാണ്ട ആൻഡ് ലൊറാന്തസ്. ഒബ്സർവ് ദ പിക്ചർ ഓഫ് വാണ്ട. വാണ്ടയുടെ ഒരു പിക്ചറാണ് തന്നിരിക്കുന്നത്. ഈ പിക്ചർ നോക്കിക്കേ മക്കളെ നിങ്ങൾ. ഡോണ്ട് യു സീ 2 types of roots. ഈ വാണ്ടയിൽ എത്ര തരത്തിലുള്ള വേരുകളുണ്ട്? രണ്ട് തരം വേരുകൾ കാണുന്നില്ലേ? എന്താണ് വേരുകൾ നോക്കി. വാട്ട് ആർ ദ മെയിൻ ഫങ്ഷൻസ് ഓഫ് ദീസ് റൂട്ട്സ്. ഈ വേരുകളുടെ പ്രധാനപ്പെട്ട ധർമ്മം എന്താ? വേർ ഡു ദ തിക്ക് വൈറ്റ് റൂട്ട്സ് ഗ്രോ ടു. നോക്കിക്കേ, വെളുത്ത നിറത്തിൽ കാണപ്പെടുന്ന ഒരു കട്ടി കൂടിയ വേരുകൾ എവിടേക്കാണ് വളർന്നിറങ്ങുന്നത് അല്ലേ? നോക്കിക്കേ, ഇതിനകത്ത് മരത്തിനുള്ളിലേക്കല്ലേ. ദ സ്മോൾ റൂട്ട്സ് ഹെൽപ്പ് ദ വാണ്ട ടു ഗ്രോ ബൈ ക്ലിങ്ങിങ് ഓൺ ടു ദ ട്രീ. എന്ന് വെച്ചാൽ എന്തുവാ? ചെറിയ വേരുകൾ എന്താ ചെയ്യുന്ന? വാണ്ടയുടെ ചെറിയ വേരുകൾ എന്ത് ചെയ്യുന്നു? ഈ മരത്തിൽ മരവാഴയെ മരത്തിൽ പറ്റി പിടിച്ച് വളരാൻ സഹായിക്കുന്നു. അപ്പോൾ ചെറിയ വേരുകൾ നോക്കിക്കാൻ നിങ്ങൾ. ആ ചെറിയ വേരുകൾ ഈ വാണ്ടയെ മരത്തിൽ പറ്റി പിടിച്ച് വളരാനാണ് സഹായിക്കുന്നത്. ക്ലിങ്ങിങ് ഓൺ ടു ദ ട്രീ. പറ്റി പിടിച്ച് അവിടെ വളരാൻ സഹായിക്കുന്നു. ദ തിക്ക് റൂട്ട്സ് അബ്സോർബ് മോയ്സ്ചർ ഫ്രം ദ അറ്റ്മോസ്ഫിയർ. വൈറ്റ് റൂട്ട്സ് എന്താ ചെയ്യുന്നത്? അറ്റ്മോസ്ഫിയറിലുള്ള മോയ്സ്ചർ എന്ന് വെച്ചാൽ മോയ്സ്ചർ എന്ന് വെച്ചാൽ എന്തുവാ? ഈർപ്പം, ജലാംശം അല്ലേ. ഈ കട്ടി കൂടിയ വേരുകൾ അറ്റ്മോസ്ഫിയറിൽ നിന്ന് ഈ മോയ്സ്ചർ വലിച്ചെടുക്കുക ഇതിനെ സഹായിക്കുന്നു അല്ലേ. പിന്നെന്തുവാ? ദേ ഡിപ്പെൻഡ് ഓൺ ഹോസ്റ്റ് പ്ലാന്റ്സ് ഓൺലി ഫോർ ഹാബിറ്റാറ്റ്. അവ എന്തിനു വേണ്ടി മാത്രം ആശ്രയിക്കുന്ന സസ്യങ്ങളെ? വാസസ്ഥലത്തിനായി മാത്രം. അവർക്കൊരു ഷെൽട്ടർ വേണം, അത്രയേ ഉള്ളൂ അവരുടെ ഉദ്ദേശം. ഒരു ഷെൽട്ടറിന് വേണ്ടി മാത്രമാണ് അവർ ഹോസ്റ്റ് പ്ലാന്റിനെ ആശ്രയിക്കുന്നത് അല്ലേ. സച്ച് പ്ലാന്റ്സ് ആർ കോൾഡ് എപ്പിഫൈറ്റ്സ്. അങ്ങനെയുള്ള പ്ലാന്റ്സുകളെ പറയുന്ന പേരാണ് എപ്പിഫൈറ്റുകൾ. അപ്പോൾ എപ്പിഫൈറ്റ്സ് എന്താണെന്ന് പഠിക്കണം അല്ലേ. ഓർക്കിഡ്സ് ആർ എക്സാമ്പിൾസ് ഓഫ് എപ്പിഫൈറ്റ്സ്. അപ്പോൾ എപ്പിഫൈറ്റ്സിന് ഒരു എക്സാമ്പിൾ ചോദിച്ച് ചെയ്തെഴുതും ഓർക്കിഡുകൾ അല്ലേ. ഓർക്കിഡുകൾ എന്താ ചെയ്യുന്നത്? അപ്പോൾ എപ്പിഫൈറ്റ്സ് എന്ന് വെച്ചാൽ എന്തുവാ? അവ ഒരു ഷെൽട്ടറിന് വേണ്ടി മാത്രം ഒരു സസ്യത്തെ ആശ്രയിക്കുന്നുള്ളൂ. അവർ ഫുഡെല്ലാം സ്വയമായിട്ട് അന്തരീക്ഷത്തിൽ നിന്ന്, അറ്റ്മോസ്ഫിയറിൽ നിന്നും മോയ്സ്ചറൊക്കെ വലിച്ചെടുത്ത് സ്വന്തമായിട്ട് ആഹാരം പാകം ചെയ്ത് സ്വന്തമായിട്ട് കഴിക്കുന്ന ആൾക്കാരാണ് എപ്പിഫൈറ്റ്സുകൾ അല്ല. ഒരിക്കലും മറ്റ് വളരുന്ന സസ്യങ്ങളെ നശിപ്പിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. അവർക്കൊരു ഉപദ്രവം ഉണ്ടാക്കുന്നില്ല. അവർക്കൊരു ഷെൽട്ടർ മാത്രം മതി അല്ലേ. അങ്ങനെയുള്ളവർ പറയുന്ന പേരാണ് എപ്പിഫൈറ്റ്സ്. ടീച്ചർ നോട്ട്സ് ഒക്കെ തരാം കേട്ടോ. ഒബ്സർവ് ദ എപ്പിഫൈറ്റ്സ് ആൻഡ് അണ്ടർസ്റ്റാൻഡ് ദ പെക്യുലാരിറ്റീസ് ഓഫ് ദീസ് റൂട്ട്സ്. എപ്പിഫൈറ്റുകളെയൊക്കെ നിരീക്ഷിച്ച് വേരുകളുടെ പ്രത്യേകതകൾ മനസ്സിലാക്കാനാണ് പറയുന്നത്.
ക്യാൻ ദ ഗ്രോത്ത് ഓഫ് എപ്പിഫൈറ്റ്സ് ഹാം ദ ഹോസ്റ്റ് പ്ലാന്റ്? ഈ എപ്പിഫൈറ്റ്സ് വളരുന്നത് കൊണ്ട് അത് വളരുന്ന സസ്യത്തിന് എന്തെങ്കിലും ദോഷം ഉണ്ടാകുന്നുണ്ടോ? ഉണ്ടോ? ഇല്ല, ഒരു ദോഷം ഉണ്ടാകുന്നില്ല അല്ലേ. അപ്പോൾ അവർ ഷെൽട്ടർ മാത്രമല്ല ആഗ്രഹിക്കുന്നുള്ളൂ. അപ്പോൾ അതിന് മറ്റ് സസ്യങ്ങളിൽ നിന്ന് ഒന്നും എടുക്കുന്നില്ല. അപ്പോൾ മറ്റുള്ള സസ്യങ്ങൾക്ക് ദോഷം ഉണ്ടാകുന്നുണ്ടോ ഹോസ്റ്റ് പ്ലാന്റിന്? ഇല്ല, യാതൊരു വിധത്തിലുള്ള ദോഷവും ഉണ്ടാകുന്നില്ല. ഒബ്സർവ് ദ പിക്ചർ ഓഫ് ദ റൂട്ട്സ് ഓഫ് ലോറാന്തസ്. അതിന് നമുക്ക് ലോറാന്തസ് എന്ന് വെച്ചാൽ ഇത്തിക്കണ്ണിയുടെ വേരുകളുടെ ചിത്രം നോക്കൂ. വേർ ഡു ദിയർ റൂട്ട്സ് ഗ്രോ ടു? വേരുകൾ എവിടേക്കാണ് വളർന്നിരിക്കുന്നത് അല്ലേ. വാട്ട് ഈസ് ദ ബെനിഫിറ്റ് ഫോർ ലോറാന്തസ് വിത്ത് ദിയർ സ്പെഷ്യൽ റൂട്ട്സ്? ഈ വേരുകൾ ഇങ്ങനെ വളർന്നിരിക്കുന്നതുകൊണ്ട് ഇത്തിൽക്കണ്ണിക്ക് എന്താണ് ഗുണം അല്ലേ? എന്താ ഗുണം ലോറാന്തസിന്? എന്താ ഗുണം? ലോറാന്തസ് മേക്സ് ഇറ്റ്സ് ഓൺ ഫുഡ് ബൈ അബ്സോർബിങ് വാട്ടർ ആൻഡ് മിനറൽസ് from the host plant. Therefore, plants like Loranthus are called semi-parasites. അപ്പോൾ ഈ പുള്ളി എന്നാ ചെയ്യണമെന്ന് അറിയാവോ? ലോറാന്തസ് ഫുഡൊക്കെ തന്നെ ഉണ്ടാക്കും. മേക്ക് ഇറ്റ്സ് ഓൺ ഫുഡ് ഉണ്ടാക്കും. പക്ഷേ ഈ ഫുഡ് ഉണ്ടാക്കാൻ ആവശ്യമായ വെള്ളവും, അതായത് വാട്ടർ മിനറൽസ് എവിടെ നിന്ന് എടുക്കും? ഇത് വളരുന്ന സസ്യത്തിൽ നിന്ന് ഇത് മോഷ്ടിച്ചെടുക്കും അല്ലേ. അപ്പം ഫുഡൊക്കെ പുള്ളി തന്നെ ഉണ്ടാക്കിക്കോളും, അതൊക്കെ ചെയ്യും. പക്ഷേ ഈ ഫുഡ് ഉണ്ടാക്കാനുള്ള സാമഗ്രികളായ വാട്ടർ മിനറൽസും ഇത് താമസിക്കുന്ന പ്ലാന്റിൽ നിന്നും അതെടുക്കും. അതിനാണ് ഇവർ വേരിറക്കുന്നത്. കണ്ട അപ്പോൾ പടം കണ്ടില്ലേ? ഈ വേര് മരത്തിന് അകത്തേക്ക് ഇറക്കുന്ന കണ്ട വേരുകൾ, കുഞ്ഞു വേരുകൾ. അതെന്തിനാ? ആ മരത്തിനകത്തുള്ള അത് താമസിക്കുന്ന ആ മരം അതിൻ്റെ ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി മണ്ണിൽ നിന്ന് വെള്ളവും സൂര്യപ്രകാശവും ഒക്കെ സ്വീകരിച്ച് ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി ഇത് വലിച്ചെടുക്കും. ഈ വലിച്ചെടുക്കുന്ന ജലത്തിൽ നിന്ന് ഈ സൂര്യപ്രകാശമൊക്കെ മിനറൽസും ഈ വാട്ടറും ഒക്കെ എന്തെടുക്കും? ഈ ലോറാന്തസ് എടുത്തിട്ട് അത് ഭക്ഷണം ഉണ്ടാക്കും അല്ലേ. അപ്പോൾ എന്നാ ചെയ്യുന്നത്? അങ്ങനെയുള്ള സസ്യങ്ങളെ പറയുന്ന പേരാണ് സെമി പാരസൈറ്റ്സ് അല്ലേ, അർത്ഥപരാതങ്ങൾ. അതായത് മൊത്തത്തിൽ പുള്ളി ഫുഡ് ഉണ്ടാക്കുന്ന മടിയനൊന്നും അല്ല, ഫുഡ് ഉണ്ടാക്കും. പക്ഷേ ഫുഡ് ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ ഇത് താമസിക്കുന്ന സ്ഥലത്ത് നിന്ന്, അതായത് പ്ലാന്റിൽ നിന്ന് എടുത്തു മാറ്റും. അപ്പോൾ അങ്ങനെയുള്ള പറയുന്ന സസ്യങ്ങളെ പറഞ്ഞ പേരാണ് സെമി പാരസൈറ്റ്സ് അല്ലെങ്കിൽ അർത്ഥപരാതങ്ങൾ. അതിന് എക്സാമ്പിളാണ് ലോറാന്തസ്. ഈ ലോറാന്തസ് വളരുന്ന സസ്യങ്ങൾ, അപ്പം ഒരു സസ്യത്തിലായിരിക്കുമല്ലോ ലോറാന്തസ് വളരുന്നത്. അപ്പോൾ ഈ സസ്യം വളരുന്ന ആ ചെടിയിൽ നിന്നും ജലവും ലവണങ്ങളും മിനറൽസൊക്കെ എടുക്കുമ്പം ആ ചെടിക്ക് എന്ത് പറ്റും? ആ ചെടികൾ നശിച്ചു പോകും അല്ലേ. അല്ല, നമ്മുടെ അച്ഛനമ്മമാരൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ? ഈ ഇത്തിക്കണ്ണി കയറുന്ന മരങ്ങൾ പെട്ടെന്ന് പോകും. അതുകൊണ്ട് ഇത്തിൽക്കണ്ണി കയറുന്ന കാണുമ്പോൾ അതെല്ലാം ചെത്തിക്കളണമെന്ന് നമ്മുടെ അച്ഛനമ്മമാർ പറഞ്ഞു കേട്ടിട്ടുണ്ടോ? അങ്ങനെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ലോറാന്തസൊക്കെ കയറുന്ന സസ്യങ്ങൾ എല്ലാം മക്കൾ കാണുവാണെങ്കിൽ ആ ഇത്തിക്കണ്ണിയൊക്കെ എടുത്ത് ആ ലോറാന്തസിനെയൊക്കെ എടുത്ത് ദൂരെ എറിഞ്ഞോണം കേട്ടോ, പറിച്ച് ദൂരെ കളഞ്ഞോണം. അല്ലെങ്കിൽ നമ്മുടെ മാവോ പ്ലാവോ ഒക്കെ നശിച്ചു പോകും. ഇനി ഒബ്സർവ് ദ കസ്ക്യൂട്ട സ്പ്രെഡ് ഓൺ പ്ലാന്റ്. വാട്ട് കളർ ഈസ് ഇറ്റ്? ഡു യു സീ ലീവ്സ്? ക്യാൻ കസ്ക്യൂട്ട പ്രിപ്പയർ ഫുഡ്? വേർ ഡു ഇറ്റ്സ് റൂട്ട്സ് ഗ്രോ? എന്താ പറഞ്ഞിരിക്കുന്നത്? ചെടിയിൽ പറന്ന് കിടക്കുന്ന കസ്ക്യൂട്ട എന്ന് വെച്ചാൽ മലയാളത്തിൽ പറയുന്നത് മൂടില്ലാത്ത ആളി എന്നാണ്. എന്താണ് ഇതിൻ്റെ നിറം? ഇലകൾ കാണുന്നുണ്ടോ ഇതിൻ്റെ അല്ലേ? ഇലകളൊക്കെ കാണുന്നുണ്ടോ ചോദിച്ചിരിക്കുക. മൂടില്ലാത്ത ആളിക്ക് ആഹാരം നിർമ്മിക്കാൻ കഴിയുമോ? അതിൻ്റെ വേരുകൾ എവിടേക്കാണ് വളർന്നിരിക്കുന്നത്? ഇതൊക്കെയാണ് നമ്മളോട് ഇപ്പം അത് ചോദിച്ചിരിക്കുന്നത്. പറയട്ടെ. കസ്ക്യൂട്ട പ്ലാന്റ്സ് ഹാവ് റൂട്ട്സ് ദാറ്റ് ക്യാൻ അബ്സോർബ് ന്യൂട്രിയൻസ് ഫ്രം ദ ഹോസ്റ്റ് പ്ലാന്റ്. അത് ഹോസ്റ്റ് പ്ലാന്റിൽ നിന്നും ഈ ന്യൂട്രിയൻസ് വലിച്ചെടുക്കാൻ കഴിയുന്ന വേരുകളാണ് ഇവയ്ക്കുള്ളത് അല്ലേ. ഇപ്പം തന്നെ മനസ്സിലായില്ലേ? ഇവ സ്വന്തമായിട്ട് ആഹാരം നിർമ്മിക്കത്തില്ല, മടിയന്മാരാണല്ലേ. ഒരിക്കലും സ്വന്തമായിട്ട് ഭക്ഷണം ഉണ്ടാക്കത്തില്ല. ഇവ എന്താ ചെയ്യുന്നത്? ഇവ താമസിക്കുന്ന ഹോസ്റ്റ് പ്ലാന്റ് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഭക്ഷണത്തിൽ നിന്നും അതിനാവശ്യമായ ഭക്ഷണം അത് മോഷ്ടിച്ചെടുക്കും അല്ലേ. അപ്പോൾ എന്ത് ചെയ്യുന്നു? ഹോസ്റ്റ് പ്ലാന്റ് നശിച്ചു പോകത്തില്ല, കുറേ കഴിയും, പെട്ടെന്ന് നശിക്കത്തില്ല. പതുക്കെ ചൊടിച്ച് അത് വാടി ഉണങ്ങി പോകും അല്ലേ സസ്യങ്ങൾ. കസ്കൂട്ട പോകത്തില്ല. മറ്റത് പോകുമ്പോഴത്തേനും കസ്കൂട്ട നശിക്കും. അപ്പം ഇത് ഭക്ഷണം ഒരിക്കലും ഉണ്ടാക്കാത്ത സസ്യങ്ങളാണ്. അവ ജീവിക്കുന്ന ഹോസ്റ്റ് പ്ലാന്റിൽ നിന്നും ഹോസ്റ്റ് പ്ലാന്റ് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ന്യൂട്രിയൻസ് എടുത്തു മാറ്റുന്നു. അങ്ങനെയുള്ള സസ്യങ്ങളെ പറയുന്ന പേരാണ് എന്ത്? ടോട്ടൽ പാരസൈറ്റ്സ്, പൂർണ്ണ പരാതങ്ങൾ. അപ്പം നമ്മളിപ്പോൾ 3 പഠിച്ച്, എപ്പിഫൈറ്റ്സ് പഠിച്ച്, സെമി പാരസൈറ്റ്സ് പഠിച്ച്, ടോട്ടൽ പാരസൈറ്റ്സ് പഠിച്ച്. എപ്പിഫൈറ്റ്സ് എന്ന് വെച്ചാൽ എന്താ? അവയ്ക്ക് ഷെൽട്ടർ മാത്രം മതി അല്ല, അവർ ഭക്ഷണമൊക്കെ തന്നെ ഉണ്ടാക്കിക്കോളും. പിന്നെ അതിനാവശ്യമായ വാട്ടർ മിനറൽസൊക്കെ തന്നെ കണ്ടുപിടിച്ചോളും. അവർക്ക് ഷെൽട്ടർ മാത്രം മതി. അങ്ങനെ പറയുന്ന സസ്യങ്ങളെ പറയുന്ന പേരാണ് എപ്പിഫൈറ്റ്സ്. പിന്നെ നമ്മൾ പഠിച്ചു സെമി പാരസൈറ്റ്സ് എന്ന് പറഞ്ഞാൽ അവർക്ക് ഷെൽട്ടറും വേണം, പിന്നെ എന്നാ വേണം?
ഈ ന്യൂട്രിയൻസും വേണം, വാട്ടറും വേണം. ഭക്ഷണം തന്നെ ഉണ്ടാക്കിക്കോളും, പക്ഷേ ഈ ഹോസ്റ്റ് പ്ലാന്റിൽ നിന്നുള്ള ന്യൂട്രിയൻസും വാട്ടറും വേണം. അങ്ങനെയുള്ള പറയുന്ന സസ്യങ്ങളെ പറയുന്നവരാണ് സെമി, പകുതി അല്ലേ, ഭക്ഷണം ഉണ്ടാക്കും പക്ഷേ ന്യൂട്രിയൻസ് മാത്രം മതി, സെമി പാരസൈറ്റ്സ്. അടുത്ത വില്ലന്മാരാണ് എന്ത്, ടോട്ടൽ പാരസൈറ്റ്സ്. അവ മടിയന്മാരാണ്, അവർക്ക് ഭക്ഷണം ഉണ്ടാക്കത്തില്ല, ഒന്നും ഉണ്ടാക്കത്തില്ല. അവ ഹോസ്റ്റ് പ്ലാന്റ് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഭക്ഷണം ഉപയോഗിച്ച് വളരുന്ന ജീവികളാണ്, സസ്യങ്ങളാണ് എന്ത്, ടോട്ടൽ പാരസൈറ്റ്സ്. ഇതിനെല്ലാം എക്സാമ്പിളും പഠിക്കണം കേട്ടോ. ഓക്കെ. ഇനി പ്രകൃതിയിലെ എല്ലാ നോക്കിക്കേ, ഓൾ ലിവിങ് ബീയിങ്സ് ഇൻ നേച്ചർ ഡിപ്പെൻഡ് ഓൺ ഈച്ച് അതർ ടു സർവൈവ്. അല്ല നമുക്കറിയാം, ഇപ്പം മനസ്സിലായില്ല, നമ്മളിതിൽ നിന്ന് ഈ പാഠത്തിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലായത്, പ്രകൃതിയിലെ എല്ലാ ജീവജാലങ്ങളും പരസ്പരം ഡിപ്പെൻഡ് ചെയ്താണ് ജീവിക്കുന്നത് അല്ലേ, എല്ലാ ജീവിതം പരസ്പരം ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. അപ്പം നമ്മുടെ ചാപ്റ്റർ ഇന്നത്തെ കൊണ്ട് അവസാനിച്ചിരിക്കുകയാണ്. ഇനി ടീച്ചർ ഇത് നോട്ട്സായിട്ട് അടുത്ത ക്ലാസ്സിൽ വരാം കേട്ടോ. അടുത്ത ക്ലാസ്സിൽ ഈ ചാപ്റ്ററിൻ്റെ ഫുൾ നോട്ട്സ് അപ്ലോഡ് ചെയ്യുന്നതാണ്. ഓക്കെ.